Today's topic is values of trigonometric functions of some particular angle. Values of trigonometric functions of particular angles. നമ്മൾ ചില ആംഗിൾസിൻ്റെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ വാല്യൂസ് 10ാം ക്ലാസ്സിൽ തന്നെ ബൈഹാർട്ട് ചെയ്തിട്ടുള്ളതാണ്. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇത്ര ആംഗിൾസ് ആണ് നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 0, 30, 45, 60, 90. ഓക്കെ. സൈൻ ആംഗിൾസ് ഞാൻ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. 0, 30, 45, 60, 90. കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് സൈൻ ഇങ്ങനെ വരും. 0, സൈൻ 30 1/2, 1/√2, √3/2, 1. വാല്യൂസും അസെൻഡിങ് ഓർഡറിലാണ് പോകുന്നത്. അതേസമയം കോസ് വരുമ്പോൾ നേരെ തിരിച്ചു വരും. കോസ് 0 1, 30 √3/2, 45 1/√2, 60 1/2, 90 0. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് തെറ്റാതെ ഇരിക്കും. സൈൻ 0 0, സൈൻ 30 1/2, 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 is 1. കോസ് 90 is 0, cos 0 is 1, cos 30 is √3/2, cos 45 is 1/√2, cos 60 is 1/2 and cos 90 is 0. 90യുടെ മൾട്ടിപ്പിൾസ് വരുമ്പോൾ 0, 90, 180, 270 ഒക്കെ നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ടാൻ വന്നാൽ സൈൻ ബൈ കോസ് ചെയ്യുക. കൊസിക്ക് വന്നാൽ സൈൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. സിക്ക് വന്നാൽ കോസിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. കോട്ട് വന്നാൽ ടാനിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ കോസ് ബൈ സൈൻ ചെയ്യുക. ചുരുക്കം പറഞ്ഞാൽ ഇത്രയും വാല്യൂസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ മതി. 30, 45, 60. സൈനിൻ്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോസിൻ്റെ വാല്യൂസാണ് ഇത് സൈൻ്റെ വാല്യൂസ്, ഇത് കോസിൻ്റെ ആംഗിൾസും കറസ്പോണ്ടിങ് വാല്യൂസും. ഇനി സൈനിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ കൊസിക്ക് കിട്ടും, കോസിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ സിക്ക് കിട്ടും. ടാൻ വേണമെങ്കിൽ സൈൻ ബൈ കോസ് ചെയ്യുക, കോട്ട് വേണമെങ്കിൽ കോസ് ബൈ സൈൻ ചെയ്യുക. ഇനി കൊസീക് 30 വേണം എന്താ ചെയ്യേണ്ടത്? സൈൻ 30 1/2, അതിൻ്റെ റെസിപ്രോക്കൽ 1/2നെ തിരിച്ചിടുമ്പോൾ 2. നിങ്ങൾക്ക് കോട്ട് 60 വേണമെങ്കിൽ കോസ് 60 ബൈ സൈൻ 60, കോസ് 60 1/2 ബൈ സൈൻ 60 √3/2. 2ഉം 2ഉം കട്ടാകുമ്പോൾ 1/√3 എന്ന് കിട്ടും. ഇങ്ങനെ ഈ ബോക്സ് പഠിച്ചാൽ എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെയും വാല്യൂസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആക്സിസിലെ വാല്യൂസ്, അതായത് 90യുടെ മൾട്ടിപ്പിൾസ് കാൽക്കുലേറ്റർ ചെയ്യുക. അടുത്ത സെക്ഷനിൽ നമുക്ക് നെഗറ്റീവ് ആംഗിൾസ് കൺസിഡർ ചെയ്യാം. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാകുമ്പോൾ ഈ ആംഗിള് -θ ആയിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ളത് നെഗറ്റീവ് ആംഗിൾ ആയിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ളത് പോസിറ്റീവ് ആംഗിൾ ആയിരിക്കും. ഈ പോയിന്റ് നമ്മൾ PXY എന്നെടുത്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ്, ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് എക്സ് തന്നെ ആയിരിക്കും, പക്ഷേ Y കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും, -y എന്ന് വരും. അപ്പോൾ PXY ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ പോയിന്റ് ആണ്. അതിൻ്റെ റിഫ്ലക്ഷൻ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എടുക്കുമ്പോൾ PX -y എന്ന് വരും. ഇനി സൈൻ തീറ്റ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു y/r. r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ ഒറിജിൻ OP ആണ്. അത് തന്നെ ആയിരിക്കും ഈ പോയിന്റിൻ്റെയും ഡിസ്റ്റൻസ്. സൈൻ തീറ്റ ഈസ് y/r. സിമിലർലി സൈൻ -θ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ y കോർഡിനേറ്റ് -y ആണ്, r എപ്പോഴും പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് y/r, ദാറ്റ് ഈസ് മൈനസ് സൈൻ തീറ്റ. y/r is sin theta. Sin of -θ is minus sin theta. Similarly, we can find cos of -θ. Cos of theta. Cos theta. Theta is the positive angle in the first quadrant. X coordinate x/r. Now cos of -θ.
മൈനസ് തീറ്റ എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. പി ഡാഷിൻ്റെ എക്സ് കോർഡിനേറ്റ് ബൈ ആർ, ദാറ്റ് ഈസ് എക്സ് ബൈ ആർ ഈസ് സെയിം ആസ് കോസ് തീറ്റ. ദെർഫോർ കോസ് ഓഫ് മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ. സിമിലർലി tan of minus theta കണ്ടുപിടിക്കാം. tan theta is y by x in the positive, first quadrant. ഇനി tan of minus theta കണ്ടുപിടിക്കാം. tan of minus theta is equal to minus y by x. ഫോർത്ത് ക്വാഡ്രന്റിലെ y കോർഡിനേറ്റ് മൈനസ് y ആണ് by x. ദാറ്റ് ഈസ് മൈനസ് ഓഫ് y by x. And y by x is tan theta, therefore minus tan theta. Tan minus theta is minus tan theta. Similarly, we can prove cosec minus theta is minus cosec theta, sec minus theta is equal to sec theta, and cot minus theta is equal to minus cot theta. Sin of minus x is equal to minus sin x. Cos of minus x is equal to cos x. Tan of minus x is equal to minus tan x. Cosec of minus x is equal to minus cosec x. Sec of minus x is equal to sec x. Cot of minus x is equal to minus cot x. അതായത് കോസിനും സീക്കിനും മൈനസ് എക്സ് അഫക്റ്റ് ചെയ്യുന്നില്ല. അതേസമയം സൈൻ, ടാൻ, കൊസീക്, കോട്ട് ഓഫ് മൈനസ് എക്സ് വരുമ്പോൾ മൈനസ് പുറത്ത് വരുന്നു. 90ക്ക് മുകളിൽ വരുന്ന ആംഗിളിൻ്റെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. തന്നിരിക്കുന്ന ആംഗിളിനെ n × 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. തന്നിരിക്കുന്ന ആംഗിളിനെ n × 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. n ഓഡാണ് എങ്കിൽ ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണോ ചോദിക്കുന്നത് അതിൻ്റെ കോ ഫംഗ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. n ഓഡാണ് എങ്കിൽ തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ കോ ഫംഗ്ഷൻ ആയിരിക്കും വരിക. ഇഫ് n ഈസ് ഈവൻ തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നെ ആൻസർ ആയിട്ട് വരും, സെയിം ഫംഗ്ഷൻ തന്നെ വരും. തന്നിരിക്കുന്ന ആംഗിളിന് 90ക്ക് മേളിൽ തന്നിരിക്കുന്ന ആംഗിളിനെ n × 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. n ഈവൻ ആണ് എങ്കിൽ സെയിം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നെ വരും. n ഓഡ് ആണെങ്കിൽ തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ കോ ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. ഇനി കോ പെയേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. സൈനിൻ്റെ കോ ഫംഗ്ഷൻ കോസ്, കോസിൻ്റെ സൈൻ. സൈനും കോസും കോ പെയേഴ്സ് ആണ്. സൈൻ്റെ കോ ഫംഗ്ഷൻ കോസ്, കോസിൻ്റെ കോ ഫംഗ്ഷൻ സൈൻ. അതുപോലെ തന്നെ കൊസീക്കും സീക്കും കോ ഫംഗ്ഷൻസ് ആണ്. കൊസീക്കിൻ്റെ കോ ഫംഗ്ഷൻ സീക്ക്, സീക്കിൻ്റെ കോ ഫംഗ്ഷൻ കൊസീക്ക്. ടാനും കോട്ടും കോ പെയേഴ്സ് ആണ്. ടാനിൻ്റെ കോ ഫംഗ്ഷൻ കോട്ടാണ്, കോട്ടിൻ്റെ കോ ഫംഗ്ഷൻ ടാനാണ്. ടാനും കോട്ടും റെസിപ്രോക്കൽ പെയേഴ്സുമാണ്, കോ പെയേഴ്സുമാണ്. അപ്പോൾ കോ പെയേഴ്സ് ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരു എക്സാമ്പിൾ പറയാം, പ്രോബ്ലം ചെയ്യുമ്പോഴേ ക്ലിയർ ആകത്തുള്ളൂ. ഇപ്പോൾ സൈൻ 3 × 90 പ്ലസ് ഓർ മൈനസ് തീറ്റ ഫോമിൽ വരുമ്പോൾ 3 ഓഡ് ആയതുകൊണ്ട് അതിൻ്റെ കോ പെയർ കോസ് ആയിരിക്കും വരിക. അതേസമയം ഇവിടെ ഈവൻ നമ്പർ ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ സൈൻ തന്നെ വരും. ആൻഡ് ദ സൈൻ ഓഫ് ദ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാഡ്രന്റ് ഇൻ വിച്ച് ദ ആംഗിൾ ലൈസ്. തന്നിരിക്കുന്ന ആംഗിൾ ഏത് ക്വാഡ്രന്റിലാണോ വരുന്നത് അതനുസരിച്ചായിരിക്കും ആൻസറിൻ്റെ സൈൻ വരുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ASTC തന്നിരിക്കുന്ന ആംഗിൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് എങ്കിൽ അവിടെ സൈനും കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും, ബാക്കി ഏത് ചോദിച്ചാലും നെഗറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ടാനും കോട്ടും പോസിറ്റീവ് ആയിരിക്കും, ബാക്കി ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചോദിച്ചാലും ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ കോസും സീക്കും പോസിറ്റീവ് ആയിരിക്കും, ബാക്കി ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചോദിച്ചാലും നെഗറ്റീവ് ആയിരിക്കും. അതേസമയം ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 765. 765 എന്ന് പറയുന്നത് 90ക്ക് മേളിലുള്ള ഒരു ആംഗിളാണ്. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ആദ്യം
നാം ഈ 765നെ 90യുടെ മൾട്ടിപ്പിൾ പ്ലസ് ഓർ മൈനസ് തീറ്റ ഫോമിൽ എക്സ്പ്രസ് ചെയ്യും. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 765 ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 90 പ്ലസ് 45. 8 ഇൻറ്റു 90 എന്ന് പറയുന്ന 720 ആണ്. 720 പ്ലസ് 45. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ 765നെ കാൽക്കുലേറ്ററിൽ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 പോയിൻ്റ് എന്ന് കിട്ടും. 8 എടുക്കുക. 8 ഇൻറ്റു 90 അത് 720 ആണ്. 765ൽ നിന്ന് 720 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 45 കിട്ടും. അതൊരു എളുപ്പ വഴിയെന്നേ ഉള്ളൂ. ടേബിൾ അറിയാമെങ്കിൽ എളുപ്പം ചെയ്യാം. 765നെ കാൽക്കുലേറ്ററിൽ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 പോയിൻ്റ് കിട്ടും. അപ്പോൾ 8 എടുക്കുക. 8 ഇൻറ്റു 90 ചെയ്ത് നോക്കുമ്പോൾ 720 വരും. തന്നിരിക്കുന്ന 765ൽ നിന്ന് ഈ 720 സബ്ട്രാക്ട് ചെയ്താൽ 45. ഒരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ചിലർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കും. അല്ലാത്തവർക്ക് വേണ്ടി ഒരു എളുപ്പ വഴി പറഞ്ഞതേ ഉള്ളൂ. നൗ 8 ഈസ് ഈവൻ, ദെയർഫോർ ദ സെയിം ഫംഗ്ഷൻ സൈൻ 45. നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ നമ്പർ ഈവൻ ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ, ഓഡ് ആണെങ്കിൽ കോ ഫംഗ്ഷൻ. ഇനി സൈൻ 765ൻ്റെ സൈൻ ചിഹ്നം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ആ സൈനാണ് ആൻസറിന് കൊടുക്കേണ്ടത്. സൈൻ 765 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ഒരു ക്വാഡ്രൻ്റ് വരയ്ക്കുക. ASTC മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 8 ഇൻറ്റു 90 എവിടെ വരുമെന്ന് ചെയ്ത് നോക്കുക. 0 ഇത് 0 ആണ്. 1 ഇൻറ്റു 90, 2 ഇൻറ്റു 90, 3 ഇൻറ്റു 90, 4 ഇൻറ്റു 90, 5 ഇൻറ്റു 90, 6 ഇൻറ്റു 90, 7 ഇൻറ്റു 90, 8 ഇൻറ്റു 90. 4ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഇവിടെ വരും. അങ്ങനെ നോക്കിയാലും മതി. 8 ഇൻറ്റു 90 പ്ലസ് 45 മുമ്പോട്ട് പോവുക. പ്ലസ് 45 എന്ന് പറയുമ്പോൾ മുമ്പിലത്തെ ക്വാഡ്രൻ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എപ്പോഴും പോകേണ്ടത്. 8 ഇൻറ്റു 90 പ്ലസ് 45 മുമ്പിലേക്ക് ചാടിയപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വീണു. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവാണ്. ദെയർഫോർ സൈൻ 765ഉം പോസിറ്റീവാണ്. ദെയർഫോർ ആൻസർ ഈസ് പോസിറ്റീവ് സൈൻ 45 ആൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 45 ഈസ് 1/√2. ക്ലിയർ ആയെന്ന് കരുതുന്നു. 2 പ്രോബ്ലം കൂടെ ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം കോസ് ഓഫ് -11π/3. ഇന്ന് നമ്മൾ പഠിച്ചു കോസ് ഓഫ് മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ. കോസിനെ നെഗറ്റീവ് അഫക്റ്റ് ചെയ്യുന്നില്ല. ദെയർഫോർ കോസ് ഓഫ് -11π/3 ഈസ് 11π/3. മൈനസ് പോകും. കോസ് ഓഫ് മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ. Cos of minus theta is cos theta. Therefore, cos of -11π/3 is cos 11π/3. ഇത് റേഡിയൻ മെഷർ ആണ്. റേഡിയൻ മെഷറിൽ തന്നെ ചെയ്യാം. π/2 എന്നൊക്കെ ചെയ്താൽ മതി. ഞാൻ ഡിഗ്രി മെഷറിലാക്കിയാണ് ചെയ്യുന്നത്. ഡിഗ്രി മെഷറിലാക്കാൻ ജസ്റ്റ് പൈയുടെ സ്ഥാനത്ത് 180 എന്ന് കൊടുത്താൽ മതി. പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പൈയുടെ സ്ഥാനത്ത് 180 എന്ന് കൊടുത്താൽ ഇത് ഡിഗ്രി മെഷറാകും. ഡിഗ്രി മെഷറാകുമ്പോൾ കാൽക്കുലേഷൻ അല്പം എളുപ്പമുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു കോസ് 660 ഡിഗ്രി എന്ന് വരും. 660 ഡിഗ്രി എന്ന് വരും. ഇതിനെ 90യുടെ മൾട്ടിപ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ കോസ് 7 ഇൻറ്റു 90, 7 ഇൻറ്റു 90 630 പ്ലസ് 30. ഒരു എളുപ്പവഴി ഒന്നുകൂടെ പറയാം. 660യെ കാൽക്കുലേറ്ററിൽ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 പോയിൻ്റ് എന്ന് കിട്ടും. 7 എടുക്കുക. 7 ഇൻറ്റു 90 630. തന്നിരിക്കുന്ന 660യിൽ നിന്ന് 630 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 30. പെട്ടെന്ന് കിട്ടാത്തവർ ആ മെത്തേഡിൽ ചെയ്യുക. 7 ഓഡ് ആയതുകൊണ്ട് കോ ഫംഗ്ഷൻ. സൈനിൻ്റെ കോസിൻ്റെ കോ പെയർ സൈൻ. ദെയർഫോർ സൈൻ 30. 7 ഓഡ് ആയതുകൊണ്ട് കോപ്പെയർ കോസിൻ്റേത് സൈൻ. ഇനി കോസ് ഓഫ് 11π/3 ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോസ് ഓഫ് 11π/3 ഏത് ക്വാഡ്രൻറ്റിൽ അല്ലെങ്കിൽ കോസ് 60 ഏത് ക്വാഡ്രൻറ്റിൽ വരുമെന്ന് നോക്കുക. കോസ് 60 ഏത് ക്വാഡ്രൻറ്റിൽ വരുമോ എന്ന് നോക്കിയാണ് അതിൻ്റെ സൈൻ കണ്ടുപിടിക്കുന്നത്. ASTC മാർക്ക് ചെയ്യുക. 660 0 ഇൻറ്റു 90, 1 ഇൻറ്റു 90, 2 ഇൻറ്റു 90, 3 ഇൻറ്റു 90, 4 ഇൻറ്റു 90, 5 ഇൻറ്റു 90, 6 ഇൻറ്റു 90, 7 ഇൻറ്റു 90 അങ്ങനെ
ചെയ്യാം. ചിലർക്ക് 7 × 90 എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ വരുമെന്നറിയാം. അല്ലാത്ത ഒരു 0 മുതൽ എണ്ണി തുടങ്ങുക. അല്ല എങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ 4 ഇവിടെ വരും. 5, 6, 7 അങ്ങനെ എണ്ണിയാലും മതി. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഇവിടെ വരും +30 മുമ്പോട്ട് ചാട് കോസ്. അവിടെ കോസും 4th ക്വാഡ്രന്റിലാണ് 660 ഡിഗ്രി വരുന്നത്. അവിടെ കോസും സിക്കും പോസിറ്റീവാണ്. ദെർഫോർ കോസ് 660 ഈസ് പോസിറ്റീവ്. ദെർഫോർ ദ ആൻസർ ഈസ് ഓൾസോ പോസിറ്റീവ്. നിങ്ങൾ തെറ്റിക്കരുത്. ആൻസറിൻ്റെ ചിഹ്നമല്ല നോക്കേണ്ടത്, ക്വസ്റ്റ്യൻ്റെ ചിഹ്നം നോക്കുക. അത് ആൻസറിന് വരും. കോസിൻ്റെ ചിഹ്നമാണ് നോക്കേണ്ടത്. 4th ക്വാഡ്രന്റിൽ കോസ് 660 പോസിറ്റീവാണ്. അതുകൊണ്ട് ആൻസർ പോസിറ്റീവ് sin 30, ദാറ്റ് ഈസ് 1/2. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. കോട്ട് ഓഫ് -15π/4. Cot of -15π/4. We know that cot of minus theta is minus cot theta. Minus cot 15π/4. Minus cot 15π/4. Cot of minus theta is minus cot theta. മൈനസ് പുറത്ത് വരും. ഇനി ആ മൈനസ് നിങ്ങളുടെ കൂടെ വന്നോളൂ, നിങ്ങൾ അതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. മൈനസ് കോട്ട് 15 × π 180/4. ഞാൻ ഡിഗ്രി മെഷറിലോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. റേഡിയൻ മെഷറിലിട്ട് തന്നെയും ചെയ്യാം. ഡിഗ്രി മെഷറായിരിക്കും നിങ്ങൾക്ക് എളുപ്പം, അതുകൊണ്ടാണ്. മൈനസ് കോട്ട് പൈക്ക് 180 എന്ന് കൊടുത്താൽ മതി. 675 എന്ന് വരും. ഇനി നമ്മൾ കോഡ് 675 ആണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഈ മൈനസ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉള്ളതാണ്. കോഡ് 675 ആണ് കണ്ടുപിടിക്കുന്നത്. കോഡ് 7 × 90 + 45. മെത്തേഡ് ഞാൻ പറയുന്നില്ല, സ്വയം ചെയ്യുക. കോസ് 7 × 90 + 45. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 7 ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ കോപ്പ് പെയർ വരും tan 45. ഇനിയും ഈ കോഡ് 675 ഏത് ക്വാഡ്രന്റിൽ വരുമോ, 675 ഏത് ക്വാഡ്രന്റിൽ വരുമോ അതിൽ കോട്ടിൻ്റെ സൈൻ നോക്കി ആ സൈൻ ഈ tan 45 കൊടുക്കണം. ഈ മൈനസ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സൈനാണ്. ASTC നോക്കുന്നു. ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. 7 × 90 ഇവിടെ വരും. +45 ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. ഫോർത്തിൽ കോസും സിക്കുമാണ് പോസിറ്റീവ്, കോട്ട് നെഗറ്റീവാണ്. ദ ഫോർ ടാൻ ഈസ് ഓൾസോ ആൻസർ -tan 45. ആൻസർ tan 45 ഈസ് ഓൾസോ നെഗറ്റീവ്. മൈനസ് tan 45. ദാറ്റ് ഈസ് tan 45. 2 മൈനസ് വന്നപ്പോൾ +ആയി 1. ഇവിടെ പ്രത്യേകം സൂക്ഷിക്കുക, കോട്ട് ഓഫ് നെഗറ്റീവ് ആംഗിൾ വന്നതിൻ്റെ മൈനസാണിത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് കോട്ട് 675 ആണ്. 675 ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അവിടെ കോട്ട് നെഗറ്റീവാണ്, അതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഈ 2 നെഗറ്റീവ് വന്നപ്പോഴാണ് പോസിറ്റീവ് ആയത്. അടുത്ത പ്രോബ്ലം. Prove that sin square π/6 + cos square π/3 minus tan square π/4 is equal to 1. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. ആദ്യം വന്നിരിക്കുന്നത് sin π/6. sin π/6 sin 30. π/6 എന്ന് പറഞ്ഞാൽ 30. 1/2. cos π/3. π/3 എന്ന് പറഞ്ഞാൽ 60. π/6 30. π/3 60. π/4 45 എന്നൊക്കെ ഉടനെ തന്നെ മനസ്സിൽ വരണം. cos π/3 is cos 60. that is also 1/2. Now tan π/4. tan π/4 is tan 45. that is 1. ഇനി നമ്മൾ LHS എടുക്കുന്നു. What is LHS? LHS is sin square π/6 plus cos square π/3 minus tan square π/4. That is equal to sin square π/6. sin π/6 ന്റെ സ്ക്വയർ 1/2 the whole square plus cos square π/3 1/2 the whole square minus 1 square tan π/4 ന്റെ സ്ക്വയർ 1 square. that is 1/4 plus 1/4 minus 1. കാൽക്കുലേറ്ററിൽ ചെയ്യുക. ഫ്രാക്ഷൻ്റെ അഡീഷണൽ സബ്ട്രാക്ഷൻ ഒന്നും അറിയത്തില്ലാത്തവരെ കാൽക്കുലേറ്ററിൽ ചെയ്യുക. ഡയറക്റ്റ് -1/2 എന്ന് തന്നെ ആൻസർ കിട്ടും.
This is equal to minus 1 by 2, that is RHS. Okay. Second problem, prove that 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2 c square pi by 3 is equal to 10. LHSിലുള്ള trigonometric values എല്ലാം കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് വൺ സൈൻ 3 pi by 4. 3 pi by 4 എന്ന് പറയുന്നത് 90ക്ക് മുകളിലുള്ള ആംഗിളാണ്. അത് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. സൈൻ 3 into 180 by 4 that is equal to sin 135 degree. പൈയുടെ സ്ഥാനത്ത് 180 എന്ന് കൊടുത്താൽ മതി ഡിഗ്രി ആക്കാൻ, അല്ലെങ്കിൽ റേഡിയൻ മെഷറിലിട്ട് തന്നെ വേണമെങ്കിലും ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 1 into 90 plus 45. 1 into 90, 90 plus 45 is 135. 1 is odd, therefore cos pair cos 45. 1 odd ആയതുകൊണ്ട് cos 45 എന്ന് വരും. ഇനി സൈൻ നോക്കാം. ASTC മാർക്ക് ചെയ്യുന്നു. 1 into 90 plus 45 0. 1 into 90 45. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും പോസിറ്റീവാണ്. ക്വസ്റ്റ്യൻ സൈൻ 135 സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അവിടെ സൈൻ 135 അതുകൊണ്ട് പോസിറ്റീവാണ്. ദെർഫോർ പോസിറ്റീവ് കോസ് 45 ഈസ് 1/√2. പോസിറ്റീവ് കോസ് 45 വരും. അത് 1/√2 എന്ന് വരും. ഇനി ഒരെണ്ണം കൂടെയുണ്ട്, കോസ് പൈ ബൈ 4. കോസ് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ കോസ് 45 നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്. 1/√2. ട്രിഗണോമെട്രിക് വാല്യൂസ് ഒക്കെ നല്ല വൃത്തിക്ക് ബൈഹാർട്ട് ചെയ്താൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സീക്ക് പൈ ബൈ 3. സീക്ക് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ സീക്ക് 60. കോസ് 60യുടെ റെസിപ്രോക്കൽ എടുത്താൽ മതി. കോസ് 60 എന്ന് പറയുന്നത് 1/2. അതിൻ്റെ റെസിപ്രോക്കൽ അതിനെ തിരിച്ചിടുമ്പോൾ 2. ഒന്നും കൂടെ പറയാം. സൈൻ 3 pi by 4 വന്നപ്പോൾ അത് 90ന് മേലായതുകൊണ്ട് പഠിച്ച മെത്തേഡ് ചെയ്തു. കോസ് പൈ ബൈ 4 കോസ് 45 ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്. സീക്ക് 60 കോസ് 60 1/2നെ തിരിച്ചിട്ടപ്പോൾ 2 എന്ന് കിട്ടി. ഇനി നമുക്കിത് LHSൽ അപ്ലൈ ചെയ്യാം. LHS ഈസ് 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2 c square pi by 3. 2 into sin 3 pi by 4 1/√2 എന്ന് കിട്ടി. സൈൻ സ്ക്വയർ ആയതുകൊണ്ട് 1/√2 the whole square plus 2 into cos square pi by 4. cos pi by 4ഉം 1/√2 ആണ്. ഹോൾ സ്ക്വയർ ഉള്ളത് കൊണ്ട് the whole square എന്ന് എഴുതി. plus 2 into sec square pi by 3 2 square. This is equal to 2 into 1/√2 the whole square. 1/√2 the whole square is 1/2. √2ൻ്റെ സ്ക്വയർ 2 എന്ന് വരും. √2 സ്ക്വയർ ഒക്കെ സംശയമുണ്ട്, കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കി ചെയ്യുക. പ്ലസ് 2 into 1/2 പ്ലസ് 2 into 2 സ്ക്വയർ 4. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 2ഉം 2ഉം കട്ടാകും. ഇവിടെ 2ഉം 2ഉം കട്ടാകും. 2ഉം 2ഉം കട്ടാകുമ്പോൾ ഇവിടെ 1 എന്ന് വരും. പ്ലസ് ഇവിടെയും 1 എന്ന് വരും. പ്ലസ് 2 into 4 8. That is equal to 1 plus 1 plus 8 10. That is equal to RHS. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് വാല്യൂസ് ആദ്യം കണ്ടുപിടിക്കുക. LHSൽ അപ്ലൈ ചെയ്യുക. RHS കിട്ടും. ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നമുക്ക് ഈ സെക്ഷൻ നിർത്താം. ലാസ്റ്റ് പ്രോബ്ലം, പ്രൂവ് ദാറ്റ് cos pi plus x into cos minus x sin pi minus x into cos pi by 2 plus x is equal to cot square x. നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഓരോ ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻസ് ഒന്ന് കണ്ടുപിടിക്കാം. ഞാൻ ഒരെണ്ണം കണ്ടുപിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റും. cos pi plus x. pi means 180. 2 into 90 plus x. cos 180 plus x എന്നാണ്. 2 into 90 plus x. cos 2 into 90 plus x. 2 ഈവൻ ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ cos x. സൈൻ നോക്കാം. ASTC മാർക്ക് ചെയ്തു. 2 into 90 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. പ്ലസ് എക്സ് തേർഡ് ക്വാഡ്രന്റിൽ. അവിടെ ടാനും കോട്ടുമാണ് പോസിറ്റീവ്. ക്വസ്റ്റ്യൻ കോസ് ഈസ് നെഗറ്റീവ്. ദെർഫോർ ദ ആൻസർ ഈസ് ഓൾസോ നെഗറ്റീവ്. ഇനി അടുത്തത് കോസ് ഓഫ് മൈനസ് എക്സ്. കോസ് ഓഫ് മൈനസ് എക്സ് ഈസ് കോസ് എക്സ്. അത് നമ്മൾ പഠിച്ചതാണ്.
സംശയം ഉണ്ടെങ്കിൽ വീഡിയോ പല പ്രാവശ്യം റീപ്ലേ ചെയ്ത് കേൾക്കണം കേട്ടോ. സൈൻ പൈ മൈനസ് എക്സ്. സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ പൈ എന്ന് പറഞ്ഞാൽ എത്ര? 180 മൈനസ് എക്സ്, ദാറ്റ് ഈസ് സൈൻ 2 ഇൻറ്റു 90 മൈനസ് എക്സ്. 2 is even, therefore the same function sin x. ക്വാഡ്രന്റ് നോക്കുന്ന ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് ഈ മൈനസ് വരുന്നത് ചെയ്യുന്നത്. ASTC 0 ഇൻറ്റു 90, 1 ഇൻറ്റു 90, 2 ഇൻറ്റു 90 ഇവിടെ വരും. മൈനസ് എക്സ് ബാക്കിലോട്ട് പോകണം. നമ്മളിങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 2 ഇൻറ്റു 90 വന്നപ്പോൾ മൈനസ് എക്സ് ബാക്കിലോട്ട് പോകണം. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും പോസിറ്റീവാണ്. ക്വസ്റ്റ്യൻ സൈൻ ഈസ് പോസിറ്റീവ്, ദെർഫോർ ദ ആൻസർ ഈസ് ഓൾസോ പോസിറ്റീവ്. പൈ മൈനസ് എക്സ് എന്ന് പറയുന്ന ആംഗിൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. അതുകൊണ്ട് സൈൻ പൈ മൈനസ് എക്സ് പോസിറ്റീവ് ആണ്. ലാസ്റ്റ് വൺ, കോസ് പൈ ബൈ 2 പ്ലസ് എക്സ്. That is equal to cos 90 plus x. Pi by 2 എന്ന് പറഞ്ഞാൽ 90 ആണ്. This is equal to cos 1 into 90 plus x. 1 into 90. 1 odd ആയതുകൊണ്ട് കോഫങ്ഷൻ sin x. 1 odd ആയതുകൊണ്ട് കോഫങ്ഷൻ sin x. ക്വാഡ്രന്റ് നമുക്ക് ഇവിടെ തന്നെ നോക്കാം. 0, 1 ഇൻറ്റു 90 പ്ലസ് എക്സ് മുമ്പോട്ട് വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ തന്നെ വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരാണ് പോസിറ്റീവ്? സൈനും കൊസീക്കും. ചോദ്യം കോസ് നെഗറ്റീവ് ആണ്. ദെർഫോർ ദ ആൻസർ ഈസ് ഓൾസോ നെഗറ്റീവ്. നിങ്ങൾ ആൻസറിൻ്റെ ചിഹ്നമല്ല നോക്കേണ്ടത്, ക്വസ്റ്റ്യൻ്റെ സൈൻ നോക്കുക. ക്വസ്റ്റ്യൻ ഏത് ആംഗിൾ ഏത് ക്വാഡ്രന്റിൽ വരുന്നോ അതിൻ്റെ സൈൻ നോക്കുക, അത് ആൻസറിന് ഇട്ട് കൊടുക്കുക. ഓക്കെ. ഈ 180 മൈനസ് എക്സ് വന്നപ്പോൾ 2 ഇൻറ്റു 90 ഇവിടെ വന്നു. മൈനസ് എക്സ് പുറകോട്ട് പോകണം, പോസിറ്റീവ് എക്സ് മുമ്പോട്ട് പോകണം. മുമ്പോട്ടെന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്കത് LHS കൊടുക്കാം. LHS is equal to cos pi plus x into cos minus x by sin pi minus x into cos pi by 2 plus x. Cos pi plus x is minus cos x. Cos minus x is cos x. By sin pi minus x is sin x. Cos pi by 2 plus x is minus sin x. കണ്ടുപിടിച്ച വാല്യൂസ് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. cos x ഇൻറ്റു cos x മൈനസ് cos സ്ക്വയർഡ് എക്സ്. sin x ഇൻറ്റു മൈനസ് sin x മൈനസ് sin സ്ക്വയർഡ് എക്സ്. മൈനസും മൈനസും ക്യാൻസൽ ആവും. cos by sin is cot. Therefore cos square x by sin squared x is cot square x. That is the RHS. Okay.